ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ സൂപ്പ്. ടൊമാറ്റോ സൂപ്പ് മിക്കവരും കഴിച്ചിട്ടുണ്ടാവും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, സൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ലെമൺ കോറിയാണ്ടർ സൂപ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കാണാത്തവർ കാണാം കേട്ടോ. ഇപ്പോൾ ഇതും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ജാർ കേട്ടോ. അതിലേക്ക് ഞാൻ ഒരുവിധം വലുപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, ഇതൊരു കഷ്ണം ഇഞ്ചിയാണ്, കുറച്ച് കുരുമുളക്, ഇത് ഒരു പച്ചമുളകാണ്, ഇതുപോലെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് കറിവേപ്പില, ഇതാ ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലിയാണ്. ഇതെല്ലാം ചേർത്ത് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതാ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, വെള്ളം ചേർക്കരുത് ഇപ്പോൾ. ഇനി നമുക്ക് സ്റ്റൗവിൽ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ണ ഒന്ന് ഉരുക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബിരിയാണി ഇല എന്ന് പറയും. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുവിധം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. സൂപ്പാവുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കണ്ടേ. അതിതാ ഈ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ ഇതാ തിളച്ച് വരുന്ന കണ്ടില്ലേ, ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്കിതാ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടില്ലേ വെജിറ്റബിൾ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതാ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇത് ചേർക്കാൻ മറക്കരുത് കേട്ടോ. പഞ്ചസാരയും ഉപ്പും ചേർക്കാൻ മറക്കരുത്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സൂപ്പ് ഉണ്ടാക്കുന്ന ജോലി. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയില വേണമെങ്കിൽ അത് തൂക്കി കൊടുക്കാം. അത് വേണമെന്നൊന്നുമില്ല, ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതാണ്. താല്പര്യമില്ലാത്തവർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ അതുപോലെ സൂപ്പ് നമുക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുക. ഇതേപോലെ തന്നെ ലെമൺ കോറിയാണ്ടർ സൂപ്പും, അതിലും വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ലെമൺ കോറിയാണ്ടർ സൂപ്പിൻ്റെ റെസിപ്പി കാണാത്തവർ കാണാം കേട്ടോ. ചിലർക്ക് ടൊമാറ്റോ സൂപ്പ് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചൻ്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 3 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് കേട് ദോശ വിത്ത് ചട്നി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സാൻഡി ഷാബു, കരുവന്നൂർ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. താങ്ക് യു സാൻഡി. അടുത്തത് അവൽ പുട്ട് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ആതിര ഗോപിനാഥ്, ചെന്നൈ, തമിഴ്നാടു. താങ്ക് യു ആതിര. അടുത്തത് സീബ്ര കേക്ക് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിനി നന്ദൻ, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ. താങ്ക് യു ജിനി. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചൺ അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ
നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.